ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് CPM ഇടപെട്ടിട്ടാണെന്ന് കൊടിയേരി പറഞ്ഞതിൽ വാസ്തവമുണ്ടോ? എന്റെ ദൈവമേ, എന്റെ ദൈവമേ. കേട്ടോ, ഞാൻ ഒറ്റ കാര്യം ഞാൻ പറയാം, ഒറ്റ കാര്യം. ബാക്കിയൊക്കെ പോട്ടെ കേട്ടോ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്ന് എത്രയോ കൊല്ലം അവർ പറഞ്ഞു. ആഗസ്റ്റ് 15 കരിദിനമായി ആചരിച്ചു. റഷ്യൻ പ്രധാനമന്ത്രി ക്രൂഷേവ് വന്ന് നെഹ്റുവിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചപ്പോഴാണ് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് കമ്മ്യൂണിസ്റ്റുകാർക്ക് മനസ്സിലായത്. ഞാൻ ഒരു തമാശയും പറയില്ല, നിങ്ങൾ ആലോചിച്ചു. പ്രിയപ്പെട്ടവരെ, കാരശ്ശേരി മാഷുടെ ഒരു സാന്ദർഭികമായ പരിഹാസ രൂപത്തിലുള്ള വീഡിയോ കണ്ടു. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രവും തമ്മിലുള്ള ബന്ധം ധാരാളമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതിൽ നേരത്തെ സംഘപരിവാറായിരുന്നു, അവർ സ്വാതന്ത്ര്യ സമരത്തിലൊന്നും പങ്കെടുക്കാത്തതിൻ്റെ ജാള്യം മറച്ചു വെക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റുകാരും ഇതുപോലെയാണ് എന്ന് പ്രചരിപ്പിച്ചിരുന്നത്. അന്ന് പക്ഷേ കോൺഗ്രസ് വായനാശീലമുള്ള, എന്താണ് കോൺഗ്രസിൻ്റെ അടിസ്ഥാന ആശയമെന്ന് അറിയുന്ന കോൺഗ്രസ്സുകാർ അതിനെ പിന്തുണച്ചിട്ടില്ലായിരുന്നു എത്രയോ കാലം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദേശീയ പ്രസ്ഥാനത്തിൽ, ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ വഹിച്ച പങ്കിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടായിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായി പങ്കെടുത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ക്വിറ്റ് ഇന്ത്യ സമരം വന്നപ്പോൾ ചുവടുമാറ്റി, അതിനെ ഒറ്റിക്കൊടുത്തു എന്ന രീതിയിലുള്ള ധാരാളം പരാമർശങ്ങൾ, പഠനങ്ങളൊക്കെ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് നേരത്തെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരിക്കലും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദേശീയ പ്രസ്ഥാനത്തിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അതുമാത്രമല്ല, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ധാരാളം ഗൂഢാലോചന കേസുകൾ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ ബ്രിട്ടീഷുകാർ ചുമത്തിയിരുന്നു സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ. പെഷവാർ ഗൂഢാലോചന കേസ്, മീററ്റ് ഗൂഢാലോചന കേസ്, കോൺപൂർ ഗൂഢാലോചന കേസ്, ഇതൊക്കെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ പ്രധാനപ്പെട്ട അധ്യായങ്ങളുമാണ്. അപ്പോൾ ഇതിൽ ചിലതിൽ കമ്മ്യൂണിസ്റ്റുകാരെ ജയിലിൽ നിന്ന് ഇറക്കാൻ വേണ്ടി കോടതിയിൽ വാദിച്ചത് മോത്തിലാൽ നെഹ്റു ആയിരുന്നു. ജവഹർലാൽ നെഹ്റുവിൻ്റെ അച്ഛൻ, ഇന്ത്യയിലെ വലിയ കോൺഗ്രസ് അഭിഭാഷകൻ. ഗാന്ധിജി തന്നെ ജയിലിലുള്ള കമ്മ്യൂണിസ്റ്റുകാരെ വിട്ടയക്കണം എന്ന് ബ്രിട്ടീഷുകാരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ ജയിലിൽ കിടക്കുന്നത്, അവരെ വിട്ടയക്കണം എന്ന് ബ്രിട്ടീഷുകാരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാവുന്നത് തന്നെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണ ചരിത്രം നോക്കിയാൽ തന്നെ ദേശീയ പ്രസ്ഥാനവും സ്വാതന്ത്ര്യ സമരവും കമ്മ്യൂണിസ്റ്റുകാരും തമ്മിലുള്ള ബന്ധം മനസ്സിലാവും. നമുക്കറിയാം, ഗാന്ധിജി വരുന്നത് വരെ ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനം എന്ന് പറയുന്നത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു നനഞ്ഞ പടക്കം പോലെ അങ്ങനെ മാത്രം ഉണ്ടായിരുന്നൊരു പ്രസ്ഥാനമാണ്. അവിടെയും ഇന്ത്യയിൽ എല്ലായിടത്തൊന്നും വേരുകളില്ലാത്ത, ഇന്ത്യയിലെ മധ്യവർഗം നയിച്ചിരുന്ന, കുറേയൊക്കെ ഹൈന്ദവാഭിമുഖ്യമുള്ള ഒരു പ്രസ്ഥാനമായിരുന്നു. ഇങ്ങനെ പോരാ സ്വാതന്ത്ര്യ സമരം, കുറേ കൂടി അഗ്രസീവായി, അക്രമോത്സുകമായി ബ്രിട്ടീഷുകാരെ നേരിട്ടാൽ മാത്രമേ സ്വാതന്ത്ര്യം കിട്ടൂ എന്ന് അന്ന് തന്നെ ഒരു 1910-15 ശേഷം ആളുകൾ കരുതി തുടങ്ങിയിരുന്നു. ഇങ്ങനെയല്ല സ്വാതന്ത്ര്യ സമരം നയിക്കേണ്ടത്, നടത്തേണ്ടത് എന്ന അഭിപ്രായമുള്ള ധാരാളം ചെറുപ്പക്കാരുണ്ടായിരുന്നു. അപ്പോൾ 1917 സോവിയറ്റ് യൂണിയനിൽ വിപ്ലവം വിജയിച്ചപ്പോൾ അതിൻ്റെ കൂടി ആവേശത്തിൽ പഞ്ചാബിലെ, അല്ലെങ്കിൽ ഇന്ത്യയിലെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിലെ ഒരു കൂട്ടം ചെറുപ്പക്കാർ ബ്രിട്ടീഷുകാരെ ആക്രമിക്കുന്നു. അവർ യാത്ര ചെയ്യുമ്പോൾ കല്ലെറിയുന്നു. അപ്പോൾ ഇങ്ങനെ അക്രമ സമരം നടത്തിയ ചെറുപ്പക്കാരെ, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നടത്തിയ സമരമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ദേശീയ സമരത്തിൻ്റെ വഴികളെ നിരാകരിച്ചുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നടത്തിയ സമരമാണ്, കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് തന്നെ. അപ്പോൾ അങ്ങനെയുള്ള ചെറുപ്പക്കാരെ ബ്രിട്ടീഷുകാർ വേട്ടയാടാൻ തുടങ്ങിയപ്പോൾ അതിൽ നിന്ന് കുറച്ചാൾ രക്ഷപ്പെട്ടിട്ടാണ് അഫ്ഗാനിസ്ഥാനിൽ പോകുന്നത്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അവർ റഷ്യ, MN റോയിയൊക്കെ ആയി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യക്ക് പുറത്ത് വെച്ച് രൂപീകരിക്കുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ ചരിത്രത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ ആ കൂട്ടത്തിലുണ്ടായിരുന്നതാണ് ഭഗത് സിംഗ്. ഭഗത് സിംഗ് ഇവരുടെ കൂടെ ഇന്ത്യ വിട്ടുപോയിട്ടൊന്നുമില്ല, പക്ഷേ ഇവരുടെ സുഹൃത്തായിരുന്നു. ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഈ തീവ്രവാദി ചെറുപ്പക്കാരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആളാണ് ഭഗത് സിംഗ്. ഭഗത് സിംഗ് ആണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഇൻകുലാബൊക്കെ മുഴക്കുന്നത്. അതൊക്കെ മറ്റൊരു ചരിത്രം. ഭഗത് സിംഗ് ജയിലിലിരുന്ന് വായിച്ച പുസ്തകങ്ങളിലൊന്ന്
കമ്മ്യൂണിസ്റ്റ് ഗ്രന്ഥങ്ങളാണ്. ലെനിൻ്റെ ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഗതിവേഗം കൂട്ടാൻ വേണ്ടി നടത്തിയ സമരത്തിൻ്റെ ഉപോൽപ്പന്നാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് തന്നെ. അതുമാത്രമല്ല, ഇന്ത്യയിൽ ഇപ്പോൾ 1946 നാവിക കലാപം എന്ന് പറയുന്നത് ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിലെ അവസാനത്തെ ഉജ്ജ്വലമായ ഏടുകളിലൊന്നാണ്. ഒരു 10-20,000 സൈനികർ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ, ബ്രിട്ടീഷ് അധികാരികൾക്കെതിരെ വലിയ സമരം നടത്തി, ധാരാളം ആളുകൾ കൊല്ലപ്പെട്ടു. അപ്പോൾ ഈ സമരത്തെ തള്ളിപ്പറയാണ് കോൺഗ്രസ് ചെയ്തത് ആ ഘട്ടത്തിൽ. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമാണ് ഈ നാവികരുടെ കൂടെ നിന്നത്, ഇത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞിട്ട്. പിന്നീട് 10-30 വർഷം കഴിഞ്ഞിട്ടാണ് ഇന്ത്യയുടെ ദേശീയ ഗവൺമെൻറ് നാവിക കലാപത്തിൽ പങ്കെടുത്ത അന്ന് അവശേഷിച്ച ആളുകൾക്ക് സ്വാതന്ത്ര്യ സമര പെൻഷനൊക്കെ കൊടുക്കുന്നത്. സ്വാതന്ത്ര്യ സമരമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നാവിക കലാപത്തെ അംഗീകരിക്കുന്ന ഏതാണ്ട് 3 ദശാബ്ദം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തോ ഇല്ലയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന വിഷയത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസം, ഒരു ചർച്ചയും നടന്നിട്ടില്ല. ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിന് പല ധാരകളുണ്ടായിരുന്നു. ഗാന്ധിജിയുടെ ധാരക്ക് അല്ലെങ്കിൽ അതിൽ മേൽക്കൈ കിട്ടിയപ്പോഴും അതിൽ നിന്ന് വ്യത്യസ്തമായി ധാരാളം രീതികളിൽ ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരം നടന്നിട്ടുണ്ട്. ഇപ്പോൾ ആദിവാസികളിലൊക്കെ ഏതാണ്ട് 1000-ലധികം കലാപങ്ങൾ സ്വാതന്ത്ര്യ പോരാട്ടത്തിന് വേണ്ടിയിട്ട്, സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തി. അതിൻ്റെ ഒന്നും ചരിത്രം ഇന്ത്യയുടെ മുഖ്യധാര സ്വാതന്ത്ര്യ സമര ചരിത്ര ഗ്രന്ഥങ്ങളിലില്ല. ഇപ്പോഴാണ് അതൊക്കെ പുതിയ പുസ്തകങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ പല രീതിയിൽ നടന്ന സമരങ്ങളുടെ വിജയമായിരുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യലബ്ധി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തെ അതിനോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്ത നിലപാടിനോട് മാത്രമായിരുന്നു പ്രത്യക്ഷത്തിൽ കോൺഗ്രസ്സിന് വിയോജിപ്പുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ സമീപകാലത്ത് സംഘപരിവാർ ശക്തി പ്രാപിച്ചതോടുകൂടി എന്താണ് കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഇന്ത്യയുടെയും ചരിത്രമെന്നറിയാത്ത ചില കോൺഗ്രസ്സുകാർ കൂടി സംഘപരിവാറിൻ്റെ കൂടെ നിന്നിട്ട് കമ്മ്യൂണിസ്റ്റുകാർ സ്വാതന്ത്ര്യ സമരത്തെ വഞ്ചിച്ചു, പങ്കെടുത്തില്ല എന്ന നിലയിലുള്ള ധാരാളം പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. അറിവില്ലായ്മയിൽ നിന്ന് വരുന്ന പരാമർശങ്ങളാണത്. അതുകൊണ്ട് സംഘപരിവാറിൻ്റെ ഈയൊരു സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട അവരുടെ നിലപാട്, അതിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. അപ്പോൾ അതിൽ കമ്മ്യൂണിസ്റ്റുകാരും ഞങ്ങളുടെ കൂടെയായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങളുടെ അതേ നിലപാടായിരുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അവർ നടത്തുന്ന പ്രചരണത്തെ സഹായിക്കും. ഇതുപോലെ കാരശ്ശേരി മാഷായാലും കോൺഗ്രസ്സുകാരായാലും നിഷ്പക്ഷരാണ് നടിക്കുന്ന ആളുകളായാലും നടത്തുന്ന പരാമർശങ്ങൾ എന്ന് മാത്രമേ പറയാനുള്ളൂ. വലിയ വിഡ്ഢിത്താണ് മാഷ് പറഞ്ഞത്. CPM സ്വാതന്ത്ര്യ സമരത്തെ സഹായിച്ചു എന്നൊന്നും അല്ല കോടിയേരി പറഞ്ഞത്. CPM ഉണ്ടായത് തന്നെ എപ്പോഴാണെന്നൊക്കെ കാരശ്ശേരി മാഷ്ക്ക് അറിയാത്തതുമല്ല. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് പിന്നെയും 10-17 വർഷം കഴിഞ്ഞിട്ടാണ് CPM എന്ന് പറയുന്നൊരു പ്രസ്ഥാനം ഉണ്ടാകുന്നത്. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഉദ്ദേശിച്ചത്. അപ്പം ആളുകളുടെ കയ്യടി നേടാൻ വേണ്ടി കാരശ്ശേരി മാഷ പോലുള്ള ഒരാളിങ്ങനെ പറയാൻ പാടില്ലാത്തതാണ്. ഇപ്പോൾ അതുമാത്രമല്ല, കോടിയേരിയൊക്കെ പറയുന്നതിന് ചരിത്രത്തിൻ്റെ വലിയ പിൻബലമുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നിലപാടുകൾ നിർണ്ണയിക്കുന്നതിൽ, രൂപീകരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഭൂപരിഷ്കരണം പോലുള്ള നിലപാട് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാക്കിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ സമരങ്ങളിലൂടെയായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ പുന്നപ്ര വയലാറായാലും, തെലുങ്കാനയിൽ നടത്തിയ സമരമായാലും, ബംഗാളിൽ തേഭാഗ സമരം എന്ന് പറയുന്ന പ്രസ്ഥാനം എന്ന് പറയുന്ന സമരമായാലും. അപ്പോൾ ഈ ഫ്യൂഡലിസത്തിനെതിരെ, നാടുവാഴിത്തത്തിനെതിരെ കമ്മ്യൂണിസ്റ്റുകാർ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി നടത്തിയ സമരങ്ങളുടെ കൂടി ഫലമായിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തന്നെ സ്വാതന്ത്ര്യ സമര പദ്ധതിയിൽ ഭൂപരിഷ്കരണം പോലുള്ള നിയമങ്ങൾ വരുന്നത്. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം കോൺഗ്രസ് അത് എത്രത്തോളം നടപ്പിലാക്കിയെന്നൊക്കെയുള്ളത് വേറൊരു കാര്യം. കേരളത്തിൽ അത് നടപ്പാക്കുന്നതിന് മുമ്പേ EMS പറഞ്ഞിരുന്നു, ഞങ്ങളിത് കമ്മ്യൂണിസ്റ്റ് നയം എന്ന നിലയിലല്ല നടപ്പിലാക്കുന്നത്, ദേശീയ പ്രസ്ഥാന കാലത്ത് കോൺഗ്രസ് നടപ്പിലാക്കുമെന്ന് പറഞ്ഞിരുന്നതും ദേശീയ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ കോൺഗ്രസ് മറന്നുപോയതുമായ ചില കാര്യങ്ങളാണ് ഞങ്ങൾ ആദ്യം നടപ്പിലാക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് കേരളത്തിൽ ഭൂപരിഷ്കരണ നിയമം EMS അവതരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നടപ്പിലാക്കുന്നത്. അതുപോലെ ഇപ്പോൾ ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ നടന്ന ചർച്ചകൾ, അതിന് തൊട്ട് മുമ്പേ നടന്ന ചർച്ചകളിൽ ഏത് രീതിയിലാണ് സംസ്ഥാനങ്ങൾ ഉണ്ടാക്കേണ്ടത്, എന്തായിരിക്കണം അതിൻ്റെ മാനദണ്ഡം, ഭാഷയായിരിക്കണോ, മതമായിരിക്കണോ, ഭൂമിശാസ്ത്രമായിരിക്കണോ,
അപ്പോൾ അത് ഈ ഭാഷാടിസ്ഥാനത്തിൽ ആണ് സംസ്ഥാനങ്ങൾ രൂപീകരിക്കേണ്ടത് എന്നുള്ളത് കമ്മ്യൂണിസ്റ്റുകാർ മുന്നോട്ട് വെച്ച നിർദ്ദേശമായിരുന്നു. അവർ ഇന്ത്യ മുഴുവൻ അതിനുവേണ്ടി സമരം ഉണ്ടാക്കി, പുസ്തകങ്ങൾ എഴുതി. അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ EMS കേരളം 1.25 കോടി മലയാളികൾ എന്ന് പറഞ്ഞിട്ട് പുസ്തകം എഴുതുന്നത്. പിന്നീട് ആ പുസ്തകമാണ് കുറേ കൂടി വികസിപ്പിച്ചിട്ട് കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന് പറയുന്ന പുസ്തകമാവുന്നത്. ഇതേപോലുള്ള വീര തെലുങ്കാന സുന്ദരയ്യ ആന്ധ്ര സംസ്ഥാനത്തിന് വേണ്ടി തെലുങ്ക് ഭാഷ സംസാരിക്കുന്ന ആളുകൾക്ക് വേറൊരു സംസ്ഥാനം എന്ന നിലയിൽ കേരളം മുഴുവൻ, ഇന്ത്യ മുഴുവൻ ഇതുപോലുള്ള കമ്മ്യൂണിസ്റ്റ് ഗ്രന്ഥങ്ങൾ ആ കാലത്ത് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്ത്യയിലെ സംസ്ഥാന രൂപീകരണത്തിൻ്റെ അടിസ്ഥാനം ഭാഷയായിരിക്കണം എന്നൊരു നിലപാടിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ എത്തിച്ചത്. അതുമാത്രമല്ല, ഇപ്പോൾ 1929 ആദ്യമായിട്ട് പൂർണ്ണ സ്വരാജ് എന്ന് പറയുന്ന ഒരു പ്രമേയം കോൺഗ്രസ് പാസ്സാക്കുന്നത്. അതുവരെ പുത്രികാരാജ്യ പദവി, ഡൊമീനിയൻ പദവി എന്നൊക്കെ പറഞ്ഞിട്ട് ബ്രിട്ടീഷുകാരുടെ മേൽനോട്ടത്തിൽ തന്നെ ഇന്ത്യക്ക് കുറേ കൂടി സ്വയംഭരണം വേണമെന്ന ഒരാശയമായിരുന്നു കോൺഗ്രസ്സിനുണ്ടായിരുന്നത്. അപ്പോൾ സമ്പൂർണ്ണ സ്വാതന്ത്ര്യമാണ് വേണ്ടത് എന്ന് 1929 കോൺഗ്രസ് പ്രമേയം അംഗീകരിക്കുന്നതെങ്കിലും കോൺഗ്രസ്സിലെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ 22ലും 23ലൊക്കെ AICC സമ്മേളനങ്ങളിൽ ഈ പ്രമേയം അവതരിപ്പിച്ച് പരാജയപ്പെടുന്നുണ്ട്. ഇപ്പോൾ അഹമ്മദാബാദിൽ, അതിനുശേഷം ഗയയിലൊക്കെ നടന്ന AICC സമ്മേളനങ്ങൾ, ഹസ്രത്ത് മൊഹാനിയെപ്പോലുള്ള വലിയ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ഈ ദേശീയ AICC സമ്മേളനത്തിൽ ഈ പൂർണ്ണ സ്വരാജ് പ്രമേയം അംഗീകരിക്കുകയും അത് പാസ്സാവാതിരിക്കുകയൊക്കെ ചെയ്തത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് കാരശ്ശേരി മാഷെ പോലുള്ള ഒരാൾ സാന്ദർഭികമായി ഈ സദസ്സിൻ്റെ കയ്യടി കിട്ടാൻ വേണ്ടി നടത്തുന്ന ഇത്തരം പരാമർശങ്ങൾ ഈ പുതിയ ഫാസിസ്റ്റ് ഇന്ത്യയിൽ വലിയ അപകടം ചെയ്യും എന്ന് മാത്രമേ പറയുന്നുള്ളൂ. നന്ദി.